വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഹൃദയസ്തംഭനം ഉണ്ടായതായി അറിയിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എം.ടി. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ MT വാസുദേവൻ നായരെ സന്ദർശിച്ചു. PV ജോഷ്ല വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷ്ല, വൈകുന്നേരത്തോടെ എത്തിയ മെഡിക്കൽ ബുള്ളറ്റിനിലും സമാനമായ സ്ഥിതിയാണ്. ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ആര്യ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഹൃദയസ്തംഭനമടക്കം വരികയായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹമുള്ളത്. ബൈപാക്കിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം നിലനിർത്തി പോരുന്നത്. എന്തായാലും MT സുഖം പ്രാപിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ അത് കൈവിടാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം അത്രയധികം വിൽപ്പവറുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. എന്തായാലും MT വാസുദേവൻ നായർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയോടുകൂടി മക്കളും ഭാര്യ സരസ്വതിയും ഒക്കെ തന്നെ, അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെയും തന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. MT ICUവിലാണുള്ളത്. എന്നാൽ പോലും പുറത്ത് എല്ലാവരും കാവലിരിക്കുകയാണ്. നേരത്തെ തന്നെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ ഇവിടെ സന്ദർശിച്ചിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം തന്നെയാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം വന്ന മെഡിക്കൽ സന്ദേശത്തിൽ ഇത്തരത്തിൽ ആരോഗ്യനില നേരത്തെ ഉള്ളതിൽ നിന്നും കൂടുകയോ മെച്ചപ്പെടുകയോ അല്ലെങ്കിൽ ഉള്ള ആരോഗ്യനിലയിൽ നിന്ന് കുറവ് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ സന്ദേശം 6 മണിക്ക് വന്ന മെഡിക്കൽ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും MT വാസുദേവൻ നായർ ഇപ്പോഴും ICUവിൽ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൈമാറാനുള്ള വിവരം. ആര്യ, തീർച്ചയായും എന്തായാലും പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തിരിച്ചെത്തുമെന്ന പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് മലയാള സാഹിത്യ ലോകമുള്ളത്. PV ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്.